നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്നുമുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണെന്ന താക്കീതുമായി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. തമിഴ്നാട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തമിഴ്നാട് ജനതയുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാകണം. എന്തായാലും മണ്ഡലം പുനർനിർണയം വരുന്നതോടെ 8 എംപിമാരുടെ കുറവ് വരുമെന്നാണ് അദ്ദേഹം താക്കീത് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. മണ്ഡല പുനർനിർണയം വരുന്നതോടെ മണ്ഡലങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്നും വിഷയം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും സ്റ്റാലിൻ പറയുന്നു. മാർച്ച് 5-ന് എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് സർവകക്ഷി യോഗം വിളിക്കുവാനും സ്റ്റാലിൻ തീരുമാനിച്ചു. കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയവും നീറ്റ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും യോഗ ചർച്ച ചെയ്യുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത 40 പാർട്ടികളുടെയും പ്രതിനിധികളെ സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വരാനിരിക്കുന്ന മണ്ഡല പുനർനിർണയം തമിഴ്നാടിന് മേൽ ഉയർന്നു നിൽക്കുന്ന വാളാണ് എന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ് എം.കെ. സ്റ്റാലിൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നേരിടുന്ന പ്രതിസന്ധി സൂചിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കുടുംബാസൂത്രണം വളരെ ഭംഗിയായി നടപ്പാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇതുപ്രകാരം തമിഴ്നാട്ടിലെ ജനസംഖ്യ ഗണ്യമായും കുറഞ്ഞു. എന്നാൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയിക്കാൻ പോവുകയാണ്. ഇതോടെ തമിഴ്നാട്ടിൽ മണ്ഡലങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെടുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. മണ്ഡലം കുറയുന്ന സാഹചര്യമുണ്ടായാൽ തമിഴ്നാട്ടിൽ നിന്നും പാർലമെന്റിലുള്ള പ്രാതിനിധ്യം കുറയും. മണ്ഡല പുനർനിർണയം, നീറ്റ്, ത്രിഭാഷാ നയം എന്നിവയും സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും. മറ്റൊരു ഭാഷാ യുദ്ധത്തിലേക്ക് തമിഴ്നാടിനെ തള്ളിവിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അത്തരം നീക്കം DMK എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. 2026 ജനസംഖ്യാ കണക്ക് അടിസ്ഥാനമാക്കി അടുത്ത മണ്ഡല പുനർനിർണയം ഫെഡറൽ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും സുതാര്യമായ നടപടികളാണ് വേണ്ടതെന്നും എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ ഐക്യത്തോടെ നിൽക്കണമെന്നും തമിഴ്നാടിന്റെ ഭാവി സംരക്ഷിക്കുന്നതിന് ഐക്യപ്പെടണമെന്നും അതുവഴി എല്ലാ പ്രതിസന്ധികളും മറികടക്കുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.